പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 11-ാം തീയതി ഞായറാഴ്ച. ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ ഈ മാസത്തിൻ്റെ 2-ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ വിശുദ്ധ ദിനം ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഇടയാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 3 നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. എബ്രായ ലേഖനത്തിന്റെ രചയിതാവ് ആരെ എന്ന് ഇന്നും ക്രൈസ്തവ ലോകത്ത് ചർച്ചകൾക്ക് വിധേയമാണ്. പൗലോസാണ് എന്ന് 90% വേദപഠിതാക്കൾ അവകാശപ്പെടുന്നു. ആര് തന്നെയാണെങ്കിലും യേശുക്രിസ്തുവിനെ ഇത്ര വ്യക്തമായും കൃത്യമായും ഹ്രസ്വമായ അധ്യായങ്ങളിൽ കൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എത്രയോ സ്തോത്രത്തിനും സ്തുതിക്കും പാത്രീഭൂതമാണ് എന്നത് നാം മറന്നു പോകരുത്. ഇന്നത്തെ വാഗ്ദത്ത വചനമായ എബ്രായർ 12-ാം അധ്യായത്തിൽ അതിൻ്റെ 1-2 വാക്യങ്ങൾ നാം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വാഗ്ദത്ത വചനമായ 3-ാം വാക്യത്തിന്റെ പൂർണ്ണത ലഭിക്കുകയുള്ളൂ. യേശു തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ആ വലിയ സന്തോഷം മുൻപിൽ കണ്ടുകൊണ്ട് ക്രൂശിനെ താൻ സഹിച്ചു. തൻ്റെ മുമ്പിലുള്ള അപമാനമൊന്നും താൻ നോക്കിയില്ല. കാരണം ക്രൂശ് യഹൂദന് ശാപവിഷയമാണ്. അപ്പോൾ അപമാനം താൻ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചുകൊണ്ട് ദൈവ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ചുരുക്കത്തിൽ താൽക്കാലികമായിട്ടുള്ള ലോകം കൊടുക്കുന്ന മാനം, പദവി ഇവ നോക്കാതെ ലോകം അപമാനം എന്നെണ്ണിയത് യേശു സഹിക്കുവാൻ തയ്യാറായതിലൂടെ നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് വിശ്വാസികളായ നാം ഓരോരുത്തരും ജീവിതത്തിൽ മടുപ്പുളവാക്കുന്ന, പ്രതികൂലമുളവാക്കുന്ന, പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും യേശുവിന്റെ ഭാവം നാം സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ യേശു എന്താണ് നമുക്ക് മാതൃകയാക്കി തന്നത്? അതുകൊണ്ട് നാം മടുത്തു പോകരുത്, അനാവശ്യമായി അമിതമായി ചിന്തിക്കരുത്, തളർന്നു പോകരുത്, നിരാശപ്പെടരുത്. അങ്ങനെ വരുമ്പോൾ പാപികളാൽ തനിക്ക് നേരിട്ട സകല ബുദ്ധിമുട്ടുകളെയും പാപമില്ലാത്ത യേശു സഹിച്ച് അതിനെ അതിജീവിച്ചു. ആ യേശുവിനെ നാം ധ്യാനിക്കണം. അല്പം കൂടി വാക്യം വ്യക്തമാക്കിയാൽ, ഇന്ന് നാം ഓരോരുത്തരും കടന്നു പോകുന്ന ജീവിതത്തിന്റെ ആയിട്ടുള്ള പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, അത് വ്യക്തിപരം, കുടുംബപരം, ഔദ്യോഗികം, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, ആരോഗ്യ വിഷയത്തിൽ, സാമ്പത്തിക വിഷയത്തിൽ,
ഭാവി വിഷയത്തിൽ എന്നു വേണ്ട ഒരു മനുഷ്യായുസ്സിൽ നേരിടാവുന്ന ചെറുതും വലുതുമായ വിഷയങ്ങളിൽ നാം ഭാരപ്പെടുമ്പോൾ, വിഷമിക്കുമ്പോൾ അതിൽ നാം മടുത്ത് ജീവിതം തകർന്നു പോകരുത്. എന്നിട്ടോ ഇതിനെയെല്ലാം ഒരു തെറ്റും ചെയ്യാത്ത യേശു അതിജീവിച്ച് ജയിച്ചു. ആ യേശുവിനെ നാം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നിന്റെ പ്രശ്നങ്ങളെ നേരിടണം. പ്രിയമുള്ളവരെ, നാം ഒന്ന് തിരിഞ്ഞു നോക്കിക്കാട്ടെ. ഓരോ ദിവസത്തെയും വാർത്തകൾ, നാം നേരിടുന്ന കാര്യങ്ങൾ മനുഷ്യനിൽ മടുപ്പ് ഉളവാക്കുന്നതാണ്. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പലരും പറയും, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, എന്തിനാ ദൈവം ഒരു ജീവിതം ഇങ്ങനെ തന്നത്. ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളവരായിരിക്കത്തില്ല ഈ പറയുന്നത്. പക്ഷേ ഒരു കൊച്ചു കാര്യം വരുമ്പോൾ മടുത്തു പോകുന്നു. ശരിയല്ലേ? ഭവനത്തിനകത്ത് ഭർത്താവും ഭാര്യയും കൂടെ അന്യോന്യം മനസ്സിലാക്കി കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്ന ഒരു ചെറിയ കാര്യമാണ്. പക്ഷെ അത് ഒരു വലിയ രാജ്യാന്തര പ്രശ്നമാക്കി മാറ്റി അന്യോന്യം ഈഗോ വളർത്തി ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും വിട്ടുകൊടുക്കുവാനും ചേർത്ത് പിടിക്കുവാനും മനസ്സില്ലാതെ വഴക്കിലെത്തുന്നു. 2-3 ദിവസം മിണ്ടാതെ ഇരിക്കുന്നു. തന്മൂലം കുടുംബ പ്രാർത്ഥന ഇല്ലാതാകുന്നു. കുഞ്ഞുങ്ങൾ ഇത് കണ്ട് ആകമാനം വിഷണ്ണരായി നിൽക്കുന്നു. ഇതല്ലേ അനേക ഭവനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഭവനത്തിൽ ഇത് ആവർത്തിക്കും തോറും സമൂഹത്തിന് വിപത്തുള്ള കുഞ്ഞുങ്ങളായി മാറുന്നു. അവർ ചിരിക്കാൻ മറന്നുപോകുന്നു, സംസാരിക്കാൻ മറന്നുപോകുന്നു. എല്ലാം മറന്ന് ഓടി നടന്ന് കളിച്ച് ചിരിക്കേണ്ട കുഞ്ഞുങ്ങൾ വലിയ ഭാരമുള്ള കല്ല് തലയിൽ വെച്ചതുപോലെ വിഷമത്തോടെ നടക്കുന്നു. എവിടെയാണ് കുഴപ്പം? നാം മനസ്സിലാക്കി ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാതെ ഒരു ചെറിയ പ്രശ്നത്തെ ഊതി വലുതാക്കി കുടുംബത്തിന്റെ അന്തരീക്ഷം നശിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ വിശുദ്ധ ദിനം അതിരാവിലെ നമ്മുടേതായ പ്രശ്നങ്ങളിൽ മനം നൊന്ത് തരിപ്പണമായി വീഴാതെ ഇതിനെക്കാട്ടിലൊക്കെയുള്ള അനേക പ്രതിസന്ധികളെ ഒരു തെറ്റും ചെയ്യാതെ സ്വയം ഏറ്റ യേശുവിനെ ധ്യാനിക്കുക. അപ്പോൾ നമുക്ക് ക്ഷമയുടെ സ്വഭാവം ലഭിക്കും, സ്നേഹിക്കാൻ പറ്റും, ചേർത്ത് പിടിക്കുവാൻ പറ്റും, വിട്ടുകൊടുക്കുവാൻ പറ്റും. നമ്മുടെ മർക്കടമുഷ്ടി സ്വഭാവം അലിഞ്ഞില്ലാതാകും. സ്വാർത്ഥ മനോഭാവം മാറിപ്പോകും. നമുക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ ഉള്ളത്, എന്റെ ചുറ്റിലും അനേക വിഷയത്താൽ ഭാരപ്പെടുന്നവർ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ വരട്ടെ. അങ്ങനെയാകുമ്പോൾ നാം ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നവരായിത്തീരും. അതുകൊണ്ട് ഞാൻ എന്നിലേക്ക് മാത്രം നോക്കാതെ എന്റെ ചുറ്റുപാടിലേക്ക് നോക്കുക. എന്റെ പ്രശ്നമാണ്
ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് സ്വയം ചിന്തിച്ച് സ്വാർത്ഥരായി തീരാതെ നമ്മെക്കാട്ടിലും അനേക പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുന്നവർ എനിക്ക് ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അവരെയും തമ്പുരാൻ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ യേശുവിന്റെ ഭാവം നമ്മളിൽ ഉളവാകാൻ തുടങ്ങും. അല്ലാതെ എല്ലാ ഞായറാഴ്ചയും ഒരാരാധനയും വിടാതെ ആരാധനയ്ക്ക് പോയത് കൊണ്ടോ വിശുദ്ധ മേശയിൽ പങ്കുചേർന്നത് കൊണ്ടോ ദശാംശം കൊടുത്തത് കൊണ്ടോ ഒന്നും ക്രിസ്തീയ ജീവിതം പൂർണ്ണതയിൽ എത്തുകയില്ല. വചനപ്രകാരം നാം പാലിക്കേണ്ട ചില കാര്യങ്ങൾ പാലിക്കുകയും ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്ത് ഭവനത്തിനകത്തിൽ സമാധാനം, നമ്മളുമായി ബന്ധപ്പെടുന്നവർക്ക് സന്തോഷം, നമ്മുടെ ചുറ്റുപാടുകൾക്ക് ആശ്വാസം, അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി നാം തീരണം. അതിന് ഇവയെല്ലാം സഹിച്ച യേശുവിനെ ധ്യാനിക്കണമെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഞായറാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന എന്റെ പ്രിയ സഹോദര സഹോദരി മാതാപിതാക്കളെ, നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നമ്മിലും നമ്മുടെ കുടുംബാംഗങ്ങളിലും നേരിടുമ്പോൾ തകർന്നു പോകാതെ, മാനസികമായി തളരാതെ കർത്താവിൽ ആശ്രയിക്കുക. സ്വർഗത്തിലെ ദൈവം നമുക്ക് അദൃശ്യമാകുന്ന ഉയരത്തിലെ ശക്തി നൽകി ഈ പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ സഹായിക്കും. അങ്ങനെ ധന്യമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി സാക്ഷിക്കുവാൻ, കർത്താവിന്റെ ഉത്തമ സാക്ഷികളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നു. ആഗ്രഹം എന്നിൽ കൂടെ പൂർത്തീകരിപ്പാൻ നമ്മെ കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ നമ്മുടെ പ്രശ്നം നമുക്ക് വലുതാണ്, പക്ഷേ ആ പ്രശ്നത്തിൽ വീണ ഉടയാതെ അത് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ അതിനെ ഫേസ് ചെയ്ത് അതിനെ അതിജീവിച്ച് സ്തോത്രത്തോടെ മുൻപോട്ട് പോകുവാൻ ഈ വിശുദ്ധ ദിനം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് സകലവും സഹിച്ച് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സ്വീകരിച്ച് ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് സ്വർഗീയ സിംഹാസനത്തിലിരിക്കുന്ന ഈ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അതിന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാൽവറിയിൽ കൂടെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ ഈ വിശുദ്ധ ദിനത്തിന്റെ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഞങ്ങൾ മടുക്കുന്നവരും മടുത്തു പോകുന്നവരുമാണ്. എന്നാൽ ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ആകുവാൻ പാടില്ല എന്നും ഒരു തെറ്റും കുറ്റവും ചെയ്യാഞ്ഞിട്ടും യേശു അതിനെയെല്ലാം സഹിച്ച് ജയിച്ചു. ആകയാൽ ഇങ്ങനെയുള്ള ജയാളിയായ യേശുവിനെ ധ്യാനിപ്പാൻ ഇന്ന് ഞങ്ങളെ വചനത്തിൽ കൂടെ ഓർമ്മപ്പെടുത്തിയല്ലോ. ആ ധന്യമായ വചനത്തിനായി സ്തോത്രം. ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ സാക്ഷീകരിപ്പാൻ, ഫലപ്രദമാക്കുവാൻ, പ്രവൃത്തിപഥത്തിൽ എത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം.
ഇന്ന് ദൈവവചനം കേട്ട് പുതു തീരുമാനത്തിലേക്ക് വന്ന എല്ലാ ദിനമക്കളെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകളാൽ നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം കേട്ടതുപോലെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പ്രതിസന്ധികൾ വരുമ്പോൾ മനുഷ്യരായ നാം മടുക്കുന്നവരും മടുത്തു പോകുന്നവരും സ്വയം പലപ്പോഴും ശപിക്കുന്നവരുമായി തീരും. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മോട് വളരെ ഹൃദ്യമായി പറയുന്നു, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും സകല ശാപവും സകല വേദനയും പാപികളിൽ നിന്നും ഏറ്റ് അതിജീവിച്ച യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് സ്തോത്രത്തോടെ നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം. അങ്ങനെ യേശുവിൽ കൂടെ ഒരു ധന്യജീവിതം കെട്ടിപ്പടുക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. അങ്ങനെ സന്തോഷകരമായ ജീവിതത്തിന്റെ ഉടമകളായി നാം ഏവരുമായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.